നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. ഭീകരാക്രമണത്തിന് ശേഷം ആഗോളവേദികളിൽ കരഞ്ഞിരുന്ന ഒരു ഭരണകാലമുണ്ടായിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ആഗോളവേദികളിൽ തങ്ങളുടെ സർക്കാർ കരയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഭീരുക്കളായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. BJP ഭരണത്തിന് കീഴിൽ സ്ഥിതി മാറിയെന്നും പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിനായി കരയുകയാണെന്നും ജാർഖണ്ഡിലെ പലാമുവിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. നടി റോഷ്നയുടെ പരാതി KSRTC ആഭ്യന്തര വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. നടി റോഷ്ന ആൻഡ്രോയുടെ പരാതിയിൽ KSRTC ആഭ്യന്തര വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. വണ്ടി ഓടിച്ചത് ഇതുതന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നു. ഏതു സ്ഥിരീകരണ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗതാഗത മന്ത്രിക്കാണ് KSRTC ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. കണ്ടക്ടറുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പിന്നാലെ സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകും. വർക്കലയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വർക്കലയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. +2 വിദ്യാർത്ഥിയായ അശ്വിനിയാണ് ഇന്നലെ വൈകിട്ട് കാണാതായിരുന്നത്. പാപനാശം ബീച്ചിൽ നിന്നാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. മൂവാറ്റുപുഴയിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശി കത്രിക്കുട്ടി 85 കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്ന കത്രിക്കുട്ടി മകൻ ബിജുവിന്റെയും മകൾ ജോളിയുടെയും ഒപ്പമായിരുന്നു താമസം. സംഭവ സമയം വീടിന് പുറത്ത് ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന ബിജുവും കുടുംബവും സഹോദരി ജോളിയും വീടിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേൾക്കുകയും മുറിയിലെത്തിയപ്പോൾ കത്രിക്കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു, കുഞ്ഞിനെ കൊല്ലാനുള്ള വഴി ഇന്റർനെറ്റിൽ തിരഞ്ഞു, യുവതിയുടെ മൊഴി പുറത്ത്. കൊച്ചി പനമ്പള്ളി നഗറിനടുത്ത് നാടിന് നടുക്കിയ നവജാത ശിശുവിന്റെ മരണത്തിൽ യുവതിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കി പോലീസ്. നേരത്തെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും എന്നാൽ പരാജയപ്പെട്ടെന്നും യുവതി പോലീസിന് മൊഴി നൽകി. പുലർച്ചെയാണ് പ്രസവം നടന്നത്. പിന്നീട് കുഞ്ഞ് കരയുമോ എന്ന് ഭയന്ന് വായിൽ തുണി തിരുകി. കഴുത്തിൽ ഷാൾ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊന്നു. തുടർന്ന് 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി. ഉടനെ കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്ക് വലിച്ചെറിഞ്ഞു. പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും കുഞ്ഞിനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി. പ്രസവത്തിന് പിന്നാലെ ആരോഗ്യനില മോശമായ യുവതി നിലവിൽ ആശുപത്രി ചികിത്സയിലാണ്. യുവതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ തേടണം. അതിനായി ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിക്കാൻ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജയ്ക്ക് അരളിപ്പൂവ് ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം. ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജയ്ക്ക് അരളിപ്പൂ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം. ഹരിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ അരളിപ്പൂ കഴിച്ചതാണോ മരണകാരണമെന്ന് സംശയിക്കുന്ന പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുന്നൊരുക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളുകളിലെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി. സ്വർണ്ണവിലയിൽ നേരിയ വർധന. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഇന്ന് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് വില 6585 രൂപയായി. 1 പവൻ സ്വർണത്തിന് വില 52,680 രൂപയായി.
18 ക്യാരറ്റിന്റെ 1 ഗ്രാം സ്വർണത്തിന് വില 5 രൂപ വർദ്ധിച്ച് 5490 രൂപയിലെത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി.